പരീക്ഷ എന്ന് പറയുന്നതിന് പേടിയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതോ പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേക്കും കയ്യിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ വിയർപ്പ് വരുന്നു, പേന കൊണ്ട് പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ വരുന്നു. അതുപോലെ എന്താ പറയുക, ഈ വിയർപ്പ് ഇങ്ങനെ ഇടയ്ക്ക് തുടക്കുന്ന രൂപമൊക്കെ ചിലപ്പോൾ പരീക്ഷ ആൾപ്പോൾ ഒരു വിജിലേറ്റർ എന്നുള്ള നിലക്ക് നമുക്ക് കാണാറുണ്ട്, രക്ഷിതാക്കൾ പറയാറുണ്ട്. എന്താണ് അതിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമായതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിന് നമ്മൾ പ്രേക്ഷകരോട് പ്രതികരിക്കുക? അതായത് ഏതൊരു കാര്യവും ഇപ്പോൾ നമ്മൾ എനർജറ്റിക് ആയിട്ട് ഒരു കാര്യത്തെ നമ്മൾ സ്വീകരിക്കുന്നതും വൈമനസ്യത്തോടു കൂടി സ്വീകരിക്കുന്നതും വലിയ വ്യത്യാസമുണ്ടല്ലോ. അതായത് ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഒരു വണ്ടർഫുൾ പെർഫോമൻസ് നടത്താൻ പറ്റും. അപ്പോൾ ആദ്യം വേണ്ടത് മുന്നൊരുക്കാണ്, നല്ല പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സാധിക്കുമെന്ന് ഓട്ടോ സജഷൻ കൊടുക്കുക എന്നുള്ളത്, ആത്മനിർദ്ദേശം. ഇവിടെ നമ്മുടെ സമൂഹത്തിലുള്ള, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നമ്മുടെ പാരൻസിൽ നിന്നും കുട്ടികൾ അധികം കേൾക്കുന്നത് നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഇതാണ് നമ്മൾ ആദ്യം അവസാനിപ്പിക്കേണ്ടത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് വിഷ്വലൈസേഷൻ. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു സംവിധാനം പീസ് റേഡിയോ എന്ന സംവിധാനം, ഇത് ഇവിടെ പിറക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരാളുടെ ബ്രെയിനിൽ കൃത്യമായിട്ടുള്ള ഒരു വിഷ്വൽ ഉണ്ടായിട്ടുണ്ട്. ആ വിഷ്വലായ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും ആ സെറ്റ് ചെയ്ത ഗോളിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുകയും അത് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇതൊരു യാഥാർത്ഥ്യമായി മാറിയത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, അവരുടെ ഉള്ളിൽ അടങ്ങാത്ത ഒരു പാഷൻ, ഒരു അഭിനിവേശം, ഒരു ലക്ഷ്യബോധം, ഇതാദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പരീക്ഷ എഴുതിയത് കൊണ്ട് എവിടെയാണ് അവൻ എത്താൻ പോകുന്നത്? ആ എത്താൻ പോകുന്ന ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ പരീക്ഷ എഴുതിയേ പറ്റൂ. അപ്പൊ ഈ പരീക്ഷ എഴുതുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് ഗമിക്കേണ്ടതുണ്ട്. അത് ഒരു പോസിറ്റീവ് എനർജി നിരന്തരം കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായി കുട്ടികൾ മാറും. പക്ഷെ ഇന്ന് പലപ്പോഴും ഈ അധ്യാപകരിൽ നിന്ന് പോലും ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ സ്വന്തം കുട്ടി ഇപ്പോൾ SSLC പരീക്ഷ അവൾ എഴുതുന്നുണ്ട്. അപ്പോൾ അവളിൽ നിന്ന് ഞാൻ കേട്ട ഒരു ഫീഡ്ബാക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും അത് മറ്റ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉപകരിക്കുന്നതായിരിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കുട്ടി വീക്കാണ് എന്ന് സങ്കല്പിക്കുക. ആ വീക്കായ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ്? നീ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഇത് എൻ്റെ കുട്ടി പല തവണ ഒരു അധ്യാപികയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അധ്യാപകനിൽ നിന്ന് കേൾക്കുകയാണ്. സ്വാഭാവികമായിട്ടും എന്ത് റിസൾട്ടായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക? അവിടെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഏവറേജ് ആയിട്ടുള്ള ആ കുട്ടിക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മൾ നിരന്തരം നൽകുകയാണെങ്കിൽ ആ കുട്ടി ടോപ്പിലേക്ക് എത്തും. ഇപ്പം നമ്മളൊക്കെ അധ്യാപന രംഗത്തുള്ളത് കൊണ്ട് എനിക്കറിയാം. ഇപ്പം ഇന്ന് എൻ്റെ കോളേജിൽ ഒരു ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഒരു പ്രോഗ്രാം നടന്നു. ആ ഇംഗ്ലീഷ് ക്ലബിൻ്റെ പ്രോഗ്രാം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇഗ്നിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ആ ക്ലബിലുള്ള കുട്ടികൾ മാത്രമാണ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അതിനുള്ള ഒരു മോട്ടിവേഷൻ ടോക്ക് മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ സഹാധ്യാപിക നടത്തിയിട്ടുള്ളൂ. പക്ഷേ അത് അതിനേക്കാളും സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികളെത്തിച്ചു. കാരണം കുട്ടികൾ സ്വയം മനസ്സിന് നിർദ്ദേശം കൊടുത്തു, ഇത് ഞങ്ങൾക്ക് സാധിക്കും. ഏറ്റവും വണ്ടർഫുള്ളായ നോവലായിട്ടുള്ള പുതുമ നിറഞ്ഞ ഒരു പ്രോഗ്രാം ഇവിടെ ഞങ്ങൾ നടത്തിയിരിക്കും. ഇതാണ് അവർ ആത്മനിർദ്ദേശം കൊടുത്തത്. ഇതുപോലെ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബാക്ക്വേർഡ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് കൊടുക്കേണ്ടത്. ഈ അവസാന സമയത്തും എനിക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളത് അതാണ്. ആ പോസിറ്റീവ്നെസ്സിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഈ ഒരു പൊസിഷനിൽ എത്താനുള്ള ബേസിക് റീസൺ എന്താണ്? നമ്മെ മോട്ടിവേറ്റ് ചെയ്ത നമ്മുടെ അധ്യാപകരാണ്. നേരെ മറിച്ച് നമ്മെ കുറ്റപ്പെടുത്തിയ, നമ്മെ ഇൻസൾട്ട് ചെയ്ത, നമ്മെ നമ്മിലുള്ള ന്യൂനതകൾ ഹൈലൈറ്റ് ചെയ്ത അധ്യാപകനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അത് തന്നെയാണ് ഈ സമയത്തും പരീക്ഷ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു പേടി ഉണ്ടാക്കിയതിൽ അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഇവിടെ ചികിത്സ നടത്തേണ്ടത് അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കുമാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പരീക്ഷ പടിവാതിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അധ്യാപകർ അതുപോലെ തന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത് പോസിറ്റീവ് ഓട്ടോ സജഷൻസ് ആണ്. നിങ്ങൾക്കിത് സാധിക്കും, നിങ്ങൾക്ക് നേടാൻ കഴിയും, ഈ പരീക്ഷയിൽ നല്ല മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കും, ഇതുപോലുള്ള നല്ല പോസിറ്റീവ് വാക്കുകൾ നമ്മൾ പറയുക. കുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത്, ആര് തന്നെ നമ്മളെ ഇകഴ്ത്തിയാലും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നമ്മോട് നൽകേണ്ട ചില പോസിറ്റീവ് സജഷൻസുകളുണ്ട്, ഓട്ടോ സജഷൻസുകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര് തന്നെ എതിർത്താലും ശരി, ഈ പരീക്ഷയെ ഞാൻ നന്നായി നേരിടുകയും നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും
എന്നെ വളരെ നെഗറ്റീവായി കണ്ട ആളുകളുടെ മുന്നിൽ അഭിമാനപൂർവ്വം നല്ലൊരു മാർക്കുമായിട്ട് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നൊരു പോസിറ്റീവ് ഓട്ടോ സജഷൻസ് ആണ് നിങ്ങൾക്ക് നൽകേണ്ടത് എന്നുള്ളതാണ്.